നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാതാവിന് എന്റെ വക 10 ലക്ഷം രൂപയുടെ സ്വർണം സമർപ്പിക്കും. ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയുമായി നടനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരാർത്ഥിയുമായ സുരേഷ് ഗോപി രംഗത്ത്. ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ചിരുന്ന കിരീടം സ്വർണമല്ലെന്നുള്ള വ്യാപക പ്രചരണം നടന്ന സാഹചര്യത്തിലാണ് അടുത്ത വാഗ്ദാനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ആചാരപ്രകാരമാണ് കിരീടം സമർപ്പിച്ചതെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയതാണ്. നീചമായ വർഗീയ പ്രചരണമാണ് ഇപ്പോൾ ഇതിന്റെ പേരിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ആരാണ് വർഗീയത പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എന്നും എത്രയോ ആളുകൾ ചെയ്യുന്നുവെന്നും ഞാൻ ചെയ്തതിനേക്കാൾ മേലെയും താഴെയും ചെയ്യുന്നവരുണ്ട് എന്നും മാതാവ് അത് സ്വീകരിക്കുമെന്നും എന്റെ ത്രാണിക്കനുസരിച്ചാണ് കിരീടം നൽകിയതെന്നും വിശ്വാസികൾക്ക് അത് പ്രശ്നമായിട്ടില്ല എന്നും കിരീടത്തിന്റെ കണക്കെടുക്കാൻ നടക്കുന്നവർ കരുവന്നൂർ അടക്കം സഹകരണ ബാങ്കുകളിലേക്ക് പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ചോരയും ജീവനും നഷ്ടപ്പെടുന്നവരുടെ കണക്കാണ് ഇത്തരക്കാർ എടുക്കേണ്ടതെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. നേർച്ചയൊക്കെ വിളിച്ചു പറയുക എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാർ എന്നെ നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കിരീടം പണിയാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും പണിതയാൾ തിരിച്ചു നൽകി. അത് ചേർക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ 18 കാരറ്റ് സ്വർണമായിരിക്കണം. അതിന് തയ്യാറാണ്. അപ്പോഴും വലിയ വില വ്യത്യാസം വരില്ല. ഇനി ഇവന്മാർ അത് ചുരണ്ടാൻ വരുമോ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി കുടുംബസമേതം പള്ളിയിലെത്തി സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ചത്. മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേർച്ചയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയതെന്ന ആക്ഷേപം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചു. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിൽ കൗൺസിലറായ ലീല വർഗീസ് കിരീടത്തിന് എത്ര സ്വർണമുണ്ട് എന്ന് അറിയണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഇതോടെ ഇക്കാര്യം പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും ഉണ്ടായി. പള്ളി വികാരി ഉൾപ്പെടെ 5 അംഗങ്ങളാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വിഷയം വലിയ വിവാദത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ തനിക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വർണ്ണ കിരീടമല്ല 10 ലക്ഷം രൂപയുടെ സ്വർണം തന്നെ താൻ മാതാവിന് വേണ്ടി നൽകുമെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത്.